Very good morning to one and all, and warm welcome to our 13th online class. Let us start our second module under this 4th chapter, Income Tax Authorities and their Powers. In this topic, first of all, I will give an introduction about the authorities and their powers. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇൻകം ടാക്സ് ആക്ട്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അതോറിറ്റീസ് എന്ന് പറയുന്നത് ആരൊക്കെ ഉണ്ടാകും, അതോടൊപ്പം തന്നെ അതിൻ്റെ ഓരോ പൊസിഷനിലിരിക്കുന്നവരുടെ പവേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇൻകം ടാക്സ് ആക്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ളത് നമ്മൾ 5th സെമ്മിൽ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇഫക്റ്റീവായിട്ട് ഇൻകം ടാക്സ് എന്ന് പറയുന്നതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ നമ്പർ ഓഫ് അതോറിറ്റീസ് ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് എന്തായിട്ട് പറയാം, ഒരു എപ്പെക്സ് ബോഡി എന്ന് പറയാം. So, the apex body in respect of income tax is the Central Board of Direct Tax, CBDT. ഇതും നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന അതോറിറ്റിയാണ് നമ്മുടെ എപ്പെക്സ് ബോഡി ആയിട്ട് ഇൻകം ടാക്സ് എന്ന് പറയുന്നതിൻ്റെ അഡ്മിനിസ്ട്രേഷനും അതിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് എൻറോൾ ചെയ്യുന്നത്. ഈ ബോർഡ്, സെൻട്രൽ ബോർഡ് എന്ന് പറയുന്ന ആ ബോർഡിൽ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, 6 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. 6 മെമ്പേഴ്സും ഒരു ചെയർമാനും അടങ്ങിയിട്ടുള്ള ഒരു ബോർഡിനെയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് പെർഫോംസ് വേരിയസ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് അതർ റിലേറ്റഡ് ഫങ്ഷൻസ് ആൻഡ് ഓൾസോ ഫോർമുലേറ്റ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് ഡിഫറെൻറ്റ് പോളിസീസ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ ഇൻകം ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇൻകം ടാക്സ് അഡ്മിനിസ്ട്രേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. എവിടെയൊക്കെയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഓഫീസുകളുള്ളത് എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 7 സ്ഥലങ്ങളിലായിട്ടാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഓഫീസുകളുള്ളത്. എവിടെയൊക്കെയാണ്? ന്യൂഡൽഹിയിലുണ്ട്, നാഗ്പൂർ ഉണ്ട്, കൽക്കത്ത. ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഓഫീസുകളുള്ളത്. അതിനോട് റിലേഷൻ എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 7 സ്ഥലങ്ങളിലായിട്ട് അതോറിറ്റി ഓഫീസുകളുള്ളത്. അതായത് അഡ്മിനിസ്ട്രേഷൻ, വിജിലൻസ്, സിസ്റ്റംസ്, ഇൻ്റർനാഷണൽ ടാക്സേഷൻസ്, റിസർച്ച്, ട്രെയിനിങ്, എക്സംഷൻസ്. ഇതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള 7 ഓഫീസുകൾ. അത് ഞാൻ ലിസ്റ്റ് ചെയ്തുകൊണ്ട് പറയാം. ഡയറക്ടർ ജനറൽ, ദറ്റ് ഈസ് അഡ്മിനിസ്ട്രേഷൻ, it is located in New Delhi. Director General under the Vigilance, it is also located in New Delhi. Director General under the Systems, it is also located in New Delhi. Director General International Taxation, it is also located in New Delhi. Director General under Research, it is also located in New Delhi. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ന്യൂഡൽഹിയിലാണ് നിൽക്കുന്നത്. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷൻ, വിജിലൻസ്, സിസ്റ്റംസ്, ഇൻ്റർനാഷണൽ ടാക്സേഷൻ, റിസർച്ച്. ഇനി ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡയറക്ടർ ജനറൽ അണ്ടർ ട്രെയിനിങ്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ നാഗ്പൂർ. ഡയറക്ടർ ജനറൽ ദറ്റ് ഈസ് ഇൻ ദ എക്സംഷൻ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ കൊൽക്കത്ത. ഇത്രയാണ് 7 ഓഫീസുകൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് റിലേറ്റഡ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിൽ 5 എണ്ണം ന്യൂഡൽഹിയിലും 2 എണ്ണം, ഒന്ന് നാഗ്പൂറും ഒന്ന് കൽക്കട്ടയിലാണ്. നാഗ്പൂരിലുള്ളത് ട്രെയിനിങ് സെൻറ്ററും കൊൽക്കത്തയിലുള്ളത് എക്സംഷൻ സെൻറ്ററുമാണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് വിച്ച് ആർ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്.
സെക്ഷൻ 116 ഈ അതോറിറ്റീസിനെ കുറിച്ച്, ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത്. ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നതിലുള്ള സബ്സെക്ഷനാണ്. അതിൽ എ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡയറക്ടേഴ്സ് ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഓർ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ചീഫ് കമ്മീഷണർ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയറക്ടർ എന്ന് പറയാം. അതാണ് ഫസ്റ്റ് പ്ലേസ് നിൽക്കുന്നത് ഏതിൽ? ഇൻകം ടാക്സ് അതോറിറ്റിയിൽ നിൽക്കുന്നത്. രണ്ടാമതായിട്ട് നിൽക്കുന്നത് ഡയറക്ടേഴ്സ് ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഓർ ചീഫ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നതാണ് സെക്കൻഡ് പ്ലേസ്. ഫസ്റ്റ് പ്ലേസ് നിൽക്കുന്നത് പ്രിൻസിപ്പൽ ഡയറക്ടറാണ്. രണ്ടാമത് നിൽക്കുന്നത് ഡയറക്ടേഴ്സ് ജനറൽ ആണ്. ഇത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ. സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ നിൽക്കുന്നത് പ്രിൻസിപ്പൽ ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ പ്രിൻസിപ്പൽ കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള അതോറിറ്റീസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ അവിടെ വേറെ ആരൊക്കെ ഉണ്ടായിരിക്കണം? പ്രിൻസിപ്പൽ ഡയറക്ടേഴ്സിന് പുറമെ വരുന്നത് ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അപ്പീൽസ് റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അഡീഷണൽ ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ അഡീഷണൽ കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ അഡീഷണൽ കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്, അപ്പീൽസ് ബേസ്ഡ് ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ കമ്മീഷണേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അഡീഷണൽ ഡയറക്ടേഴ്സ് ഓർ അല്ലെങ്കിൽ അഡീഷണൽ കമ്മീഷണേഴ്സ് ആണ് ഇവിടെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന് പുറമെ നമുക്ക് ആരൊക്കെ ഉണ്ടായിരിക്കണം? ജോയിൻറ്റ് ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ജോയിൻറ്റ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഉണ്ടായിരിക്കും. ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ ഡെപ്യൂട്ടി കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഉണ്ടായിരിക്കും. അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ അസിസ്റ്റൻറ്റ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്, ഡിഫറെൻറ്റ് ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, ടാക്സ് റിക്കവറി ഓഫീസേഴ്സ്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടേഴ്സ്. ഇത്രയാണ് 10 ക്ലാസ്സസ് ആയിട്ട് നമുക്കിവിടെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിൻസിപ്പൽ ഡയറക്ടർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഉണ്ട്. അതിനോട് ചേർന്നുകൊണ്ടാണ് പ്രിൻസിപ്പൽ ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സിന് പുറമെ ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അപ്പീൽ കാറ്റഗറിയിൽ, അതോടൊപ്പം തന്നെ അഡീഷണൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നതും അപ്പീൽ കാറ്റഗറിയിലുണ്ട്. പിന്നെ വരുന്നത് ജോയിൻറ്റ് ഡയറക്ടേഴ്സ്, ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, ടാക്സ് റിക്കവറി ഓഫീസേഴ്സ് ആൻഡ് ദ ഇൻസ്പെക്ടേഴ്സ്. ഇങ്ങനെയാണ് 10 ക്ലാസ്സസ് ഉള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് CCITനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ CCIT എന്ന് പറയുന്നത്? ചീഫ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സിനെ പറയുന്നതാണ് നമ്മൾ എന്തായിട്ട് CCIT എന്ന് പറയുന്നത്. ആരാണ് ഈ ചീഫ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്? ദേ ആർ ദ ഇൻചാർജ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സ് അറ്റ് റീജിയണൽ ലെവൽസ്. റീജിയണൽ ലെവൽസിൽ നമുക്ക് അസസ്മെൻറ്റ് നടത്താനും അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് ആർക്കാണോ ചാർജ് ഉള്ളത് അവരെ പറയുന്നതാണ് എന്ത്? ചീഫ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ CCIT എന്ന് പറയുന്നത്. ദ ഡയറക്ടേഴ്സ് ഓഫ് ജനറൽ ഓഫ് ഇൻകം ടാക്സ്, ദാറ്റ് ഈസ് ദ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻവെസ്റ്റിഗേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ജനറൽ ഇൻകം ടാക്സ് അതോറിറ്റിയാണ്. അതിനെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നതാണ് DGIT. എന്താണ് DGIT എന്ന് വെച്ചാൽ? ഡയറക്ടേഴ്സ് ജനറൽ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഇൻവെസ്റ്റിഗേഷൻ. അവരുടെ ഡ്യൂട്ടി എന്താണ്? ദേ ആർ ഇൻ ഓവറോൾ ചാർജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ റീജിയണൽ ബേസിസ് ടു കൺട്രോൾ ടാക്സ് ഇവേഷൻ ആൻഡ് അൺഎർത്ത് അൺഅക്കൗണ്ടഡ് മണി. ടാക്സ് ഇവേഷനോ അല്ലെങ്കിൽ അൺഅക്കൗണ്ടഡ് ആയിട്ട് മണി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് റീജിയണൽ ബേസിസിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ള ഒരു പവറാണ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് DGITക്കുള്ളത്. അതോടൊപ്പം തന്നെ the chief commissioners or director general of income tax, they are assisted by the commissioners and directors of income tax in their jurisdiction. Jurisdiction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അധികാര പരിധിയിൽ വരുന്ന
ആ കമ്മീഷണേഴ്സിനെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ചീഫ് കമ്മീഷണേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽസും കൂടിയും ഉണ്ടായിരിക്കും. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കമ്മീഷണേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇവിടെ വരുന്നത്. ഇത്രയാണ് നമുക്ക് ജനറൽ അതോറിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 2(7)(a) ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 7(a)നെ കുറിച്ച് പറയുന്നത് അസസിങ് ഓഫീസേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആരെയാണ് നമ്മൾ അസസിങ് ഓഫീസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസസിങ് ഓഫീസർ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഇറ്റ് മീൻസ് the assistant commissioner or deputy director or the deputy commissioner or assistant director or the income tax officer who is vested with the relevant jurisdiction by virtue of directions or orders issued by the CBDT. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്ന ഓർഡേഴ്സ് അല്ലെങ്കിൽ ഡയറക്ഷൻസ് എന്ന് പറയുന്നത്, ഈ വെർച്യൂ ഓഫ് ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള അഡ്വാൻറ്റേജസ്, ഡയറക്ഷനിലുള്ള അഡ്വാൻറ്റേജസ് ആരാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? അത് നമ്മളുടെ അസസിങ് ഓഫീസേഴ്സാണ്. അപ്പോൾ അസസിങ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന വേറെ പേരുകളാണ്. ചിലപ്പോൾ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടറോ ഡെപ്യൂട്ടി കമ്മീഷണറോ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയാം, അതും അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറയാം. അവരിൽ എന്തൊരു റെസ്പോൺസിബിലിറ്റിയാണ് വെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഈസ് റെലവൻറ്റ് ജൂറിസ്ഡിക്ഷൻ, അവരുടെ അധികാര പരിധിയിൽ വരുന്ന ആ ഒരു വെർച്യൂ ഉപയോഗിച്ചുകൊണ്ട്, വെർച്യൂ ഓഫ് ഡയറക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഓർഡേഴ്സ് ഓഫ് ദ CBDT എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ അസസിങ് ഓഫീസർക്ക് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 7(a)യിലുള്ളത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് the additional commissioner or additional director or joint commissioner or joint director who is directed to exercise or perform all or any of the powers and the functions conferred on or assigned to an assessing officer. ഇവിടെ കൺഫേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്, എന്താണോ അവരെ അസൈൻ ചെയ്തിട്ടുള്ളത്, ആ ഡ്യൂട്ടീസാണ് ഇവിടെ അസസിങ് ഓഫീസർ എന്ന് പറയുന്ന നിലയ്ക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവരുടെ അതോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ അസൈനിങ് ജോബ് എന്ന് പറയുന്നത് എന്തും കൂടിയുണ്ട്. അഡീഷണൽ കമ്മീഷണർ അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടർ, അതും അല്ലെങ്കിൽ ജോയിൻറ്റ് കമ്മീഷണർ, ജോയിൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നവർ ഹു ഈസ് ഡയറക്റ്റഡ് ടു എക്സസൈസ്, എന്താണ് എക്സസൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് പെർഫോം ചെയ്യേണ്ടത്? പവേഴ്സ് ആൻഡ് ദ ഫങ്ഷൻസ് വിച്ച് ആർ കൺഫേർഡ് ബൈ ദ അസസിങ് ഓഫീസർ. ഒരു അസസിങ് ഓഫീസർക്ക് എന്തൊക്കെ ഫങ്ഷൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്യേണ്ടതായിട്ടുള്ള പവേഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട്, ആ ജൂറിസ്ഡിക്ഷനിൽ നിന്നുകൊണ്ടുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പെർഫോമൻസ് ആണ് അവർ അവിടെ പെർഫോം ചെയ്ത് കാണിക്കേണ്ടത്. നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 2 സബ്സെക്ഷൻ 44 ആണ്. അത് പറയുന്നത് ടാക്സ് റിക്കവറി ഓഫീസറിനെ കുറിച്ചിട്ടാണ്. ആരാണ് ഈ ടാക്സ് റിക്കവറി ഓഫീസർ, അല്ലെങ്കിൽ ടാക്സ് റിക്കവറി ഓഫീസർ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? എനി ഇൻകം ടാക്സ് ഓഫീസർ ഹൂ മേ ബി ഓതറൈസ്ഡ് ബൈ ദ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓർ ചീഫ് കമ്മീഷണർ ഓർ പ്രിൻസിപ്പൽ കമ്മീഷണർ or the commissioner by special or general order in writing to exercise the powers of a tax recovery officer. അപ്പോൾ ഒരു ടാക്സ് റിക്കവറി ഓഫീസറുടെ പവേഴ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു റിട്ടൺ ഓർഡർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഓർഡർ ലഭിച്ചിരിക്കണം. അത് ആരിൽ നിന്നാണ് ലഭിക്കേണ്ടത്? ഒരു പ്രിൻസിപ്പൽ കമ്മീഷണറുടെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറുടെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ ചീഫ് കമ്മീഷണറുടെ കയ്യിൽ നിന്നോ ലഭിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓർഡർ പ്രകാരം ലഭിച്ചിട്ടുള്ള ഒരു പവർ ആരാണോ അത് ചെയ്യുന്നത്, ആ ആളെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ടാക്സ് റിക്കവറി ഓഫീസർ എന്ന് പറയുന്നത്. So the tax recovery officer may also exercise or perform such a prescribed powers and functions which are conferred on or assigned to an assessing officer. ഒരു അസസിങ് ഓഫീസർ എന്തൊക്കെ ഡ്യൂട്ടീസാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആസ് എ ടാക്സ് റിക്കവറി ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു ഡ്യൂട്ടിയിൽ
അല്ലെങ്കിൽ ആ ഒരു പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ഫങ്ഷൻസാണ് എക്സസൈസ് ചെയ്യേണ്ടത്, പെർഫോം ചെയ്യേണ്ടത്, അത് ചെയ്യുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ ടാക്സ് റിക്കവറി ഓഫീസർക്ക് അക്കോർഡിംഗ് ടു സെക്ഷൻ 244 എന്ന് പറയുന്ന ആ ഒരു ആക്ട് പ്രകാരം ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 2 സബ്സെക്ഷൻ 16 ആണ്. ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ദ കമ്മീഷണർ. ആരെയാണ് കമ്മീഷണറായിട്ട് പറയുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 16 പറയുന്നത്. ഇറ്റ് മീൻസ് എ പേഴ്സൺ appointed to be a commissioner of income tax or a director of income tax or a principal commissioner of income tax or a principal director of income tax. ഈ കമ്മീഷണർ എന്ന് പറയുന്നത് ആരെയാണോ ഒരു കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ്, അതും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്, ആ ആളെയാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 16 പ്രകാരം കമ്മീഷണറായിട്ട് നമ്മൾ നെയിം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്ഷൻ 2 സബ്സെക്ഷൻ 21 ആണ്. ഇവിടെ പറയുന്നത് ഹൂ ഈസ് ദ ഡയറക്ടർ ജനറൽ ഓർ ദ ഡയറക്ടർ. ആരെയാണ് ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് പറയുന്നത്? It means a person appointed to be a director general of income tax or director of income tax or a principal director general of income tax or a director of income tax or the principal director of income tax, and includes a person appointed to be an additional director of income tax or joint director of income tax or an assistant director of income tax or deputy director of income tax. അപ്പോൾ ആർക്കൊക്കെയാണ് ഡയറക്ടർ ഓഫ് ജനറൽ അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുക? അതായത് പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് ജനറൽ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയിരിക്കാം, അതിനോടൊപ്പം തന്നെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയാലും ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയാലും അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയാലും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയാലും ആരായിട്ട് ആക്ട് ചെയ്യാവുന്നതാണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 221 പ്രകാരം ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സെക്ഷൻ 117 ആണ്. സെക്ഷൻ 117 ഇവിടെ പറയുന്നത് എങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്, അവർ പറയുന്ന പേരുകളെ കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? അസസിങ് ഓഫീസർ സെക്ഷൻ 2 സബ്സെക്ഷൻ 7A, ടാക്സ് റിക്കവറി ഓഫീസർ സെക്ഷൻ 244, ദെൻ കമ്മീഷണർ സെക്ഷൻ 2 സബ്സെക്ഷൻ 16, ഡയറക്ടർ ജനറൽ ഡയറക്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 21. ഇവരുടെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് നടത്തുക എന്നുള്ളതാണ് സെക്ഷൻ 117 പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയറിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ദ ഇൻകം ടാക്സ് അതോറിറ്റീസ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ആരാണ് ഈ ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്? അത് സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. Central government may authorize the CBDT or the Principal Director General or the Director General, Principal Chief Commissioner or Chief Commissioner or a Principal Director or Director or a Principal Commissioner or Commissioner to appoint income tax authorities below the rank of an Assistant Commissioner or Deputy Commissioner according to the rules and orders of the central government regulating the conditions of service of such post. സെൻട്രൽ ഗവൺമെൻറ് CBDTയിലെ അതോറിറ്റീസിനെ, അത് ആരൊക്കെ ആയിരിക്കാം? പ്രിൻസിപ്പൽ ഡയറക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ആയിരിക്കാം, പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ആയിരിക്കാം, അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ ആയിരിക്കാം, പ്രിൻസിപ്പൽ ഡയറക്ടർ അതോറിറ്റീസ് ആയിരിക്കാം, ആരും ആയിക്കോട്ടെ. അവരെ അതിൻ്റെ ഇൻകം ടാക്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. സോ ആൻ ഇൻകം ടാക്സ് അതോറിറ്റി ഓതറൈസ്ഡ് ഇൻ ദിസ് ബിഹാഫ് ബൈ ദ CBDTക്ക് വേണ്ടിയിട്ടാണ് ഈ ഓതറൈസ്ഡ് പേഴ്സൺസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അതായത് CBDTക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദ CBDT വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. CBDT may appoint such executive
and the ministerial staff as may be necessary to assist in the execution of its functions. CBDTയുടെ ഫങ്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട്, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ് അതോറിറ്റീസിനെ ഒരു സ്പെഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയർ അക്കോർഡിംഗ് ടു സെക്ഷൻ 117 എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ മുഴുവനായിട്ടും തിയറി തന്നെയാണ്. ബിക്കോസ് ഈ ചാപ്റ്ററിൽ മോഡ്യൂൾ 2 എന്ന് പറയുന്നത് മുഴുവനായിട്ട് തിയറി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് CBDT എന്ന് പറയുന്നതിൻ്റെ റോള്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ഇവർ ചെയ്യേണ്ടത് എന്നുള്ളത്, എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫങ്ഷൻസിനെ കുറിച്ചും അവൻ്റെ പെർഫോമൻസിൻ്റെ പൊസിഷനെ കുറിച്ചിട്ടാണ് ഇവിടെ ഇനി നമ്മൾ റോൾ ഓഫ് CBDT എന്ന് പറയുന്നതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് കൺട്രോൾസ് ഓൾ ദ ഇൻകം ടാക്സ് അതോറിറ്റീസ്. എല്ലാ ഫങ്ഷൻസും എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് തന്നെയാണ്. സോ ഇറ്റ് മേ നോട്ടിഫൈ ദാറ്റ് എനി ഇൻകം ടാക്സ് അതോറിറ്റി വിൽ ബി സബോർഡിനേറ്റ് ടു സച്ച് അതർ ഇൻകം ടാക്സ് അതോറിറ്റീസ് or authorities as may be specified in the notification. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ആ മെയിൻ ഫങ്ഷൻസിനെ നമ്മൾക്ക് സബോർഡിനേറ്റ്സിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ടി വരും. ആ സബോർഡിനേറ്റ്സിനെ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി അതോറിറ്റീസിനെ, ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു സ്പെസിഫൈഡ് നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് അപ്പോയിൻ്റ് നടത്തുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻ അഡീഷൻ ടു ദിസ് ദേ ഗിവ് ഇൻസ്ട്രക്ഷൻസ് ടു ദ സബോർഡിനേറ്റ്സ് ദ അതോറിറ്റീസ് ഇൻ ദ ഫോളോയിങ് വേസ്. നമ്മൾ അപ്പോയിൻ്റ് ചെയ്തുള്ള സബോർഡിനേറ്റ്സിന് ഗൈഡ് ലൈൻസ് കൊടുക്കണം. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സും കൊടുക്കണം. അതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് മേ ഇഷ്യൂ ഓർഡേഴ്സ്, instructions and directions to income tax authorities as it may deem fit for the proper administration of the act. എന്താണ് നമ്മുടെ CBDTയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്? ഇൻകം ടാക്സ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ്, ഡയറക്ഷൻസ് അവരുടെ സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റീസിന് കൊടുക്കുക എന്ന് പറയുന്നതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട്, ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. However, it cannot issue orders requiring any income tax authority to make a particular assessment or to dispose of a particular case in a particular manner, or which interferes with the discretion of the commissioner that appeals in the exercise of his appellate functions. ഈ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് കനോട്ട് ഇഷ്യൂ ഓർഡേഴ്സ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കേസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡേഴ്സ് അല്ല ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഒരിക്കലും ഒരു കമ്മീഷണർ, അതും എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷണർ, അപ്പീൽസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷണർ വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ് ഈ അപ്പലറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്? അപ്പലറ്റ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ലീഗലായിട്ടുള്ള ഒരു ഡിസിഷൻ ചേഞ്ചിങ്, ലീഗലായി ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു, അത് ലീഗലായിട്ട് ചേഞ്ച് ആവാണ്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ അപ്പീൽസ് പ്രോസസ്. മുമ്പുണ്ടായിരുന്ന ഒരു പ്രോസസ്സ് അതൊരു കോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെങ്കിൽ ആ പ്രോസസ്സിൽ വരുന്ന ചേഞ്ച്, മുമ്പുണ്ടായിരുന്ന ഒരു നിയമം മാറുമ്പോൾ വരുന്ന ആ ഒരു അപ്പീൽ പ്രോസസ്സിനെയാണ് ഇവിടെ അപ്പലറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അപ്പലറ്റ് ഫങ്ഷൻസ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ കേസിനോട് ബേസ് ചെയ്തുകൊണ്ടുള്ള ഓർഡറോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ കൊടുക്കുന്ന കാര്യമല്ല. ജനറൽ ആയിട്ടുള്ള ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ്, ഡയറക്ഷൻസ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് കേസിൽ പറയുന്നത്.
ഇനി ഇതിൽ സെക്കൻഡായിട്ട് നമ്മൾ പറയുന്നത് ദ ബോർഡ് മേ ഇഷ്യൂ ഫ്രം ടൈം ടു ടൈം ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ക്ലാസ് ഓഫ് ഇൻകം ഓർ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് or class of cases providing guidelines, principles or procedures to be followed in the work relating to the assessment or collection of revenue or imposition of penalties. അഡ്മിനിസ്ട്രേഷൻ നടക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് വരുന്നുണ്ട്. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് എന്ന് പറയുന്നത് ടൈംലി ചേഞ്ചസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള സ്പെഷ്യൽ കേസസ് വരാം. അപ്പോൾ അത് പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസും പ്രൊസീജിയേഴ്സും ആസ് യൂഷ്വൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ലാതെ ഒരു അൺസർട്ടൻ ആയിട്ടുള്ളൊരു ഈവൻറ്റ് വരുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അത് അസസ്മെൻറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് റവന്യൂ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പെനാൽറ്റീസ്, ഇമ്പോസിഷൻ ഓഫ് പെനാൽറ്റീസ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഗൈഡ് ലൈൻസിനെ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ചില സമയത്ത് ബോർഡിന് എന്ത് ചെയ്യേണ്ടി വരും? ടൈംലി ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും, സ്പെഷ്യൽ ഓർഡേഴ്സ് ഇറക്കേണ്ടതായിട്ട് വരും. അത് എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഇൻകത്തിനെ കുറിച്ചിട്ടോ അതും അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്. എന്താണ് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ലഭിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അതായത് സപ്ലിമെൻ്ററി ബെനിഫിറ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി ബേസ് ആണെങ്കിൽ സാലറി അല്ലെങ്കിൽ വേജസ് എന്ന് പറയുന്നതാണ് ഓർഡിനറി കോഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ഒരു ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് അഡീഷണൽ പേയ്മെൻറ്റ് കിട്ടുകയോ കമ്പനി കാർ യൂസ് ചെയ്യാനൊക്കെ കിട്ടുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഫ്രിഞ്ച് ബെനിഫിറ്റായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ക്ലാസ് ഓഫ് ഇൻകോ അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റിൻ്റെ സ്പെഷ്യൽ കേസസ് ഒക്കെ വരാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്, ഇൻസ്ട്രക്ഷൻസ്, ഇഷ്യൂ ഓഫ് ഓർഡേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് സെക്കൻഡ് കാറ്റഗറിയിൽ നമ്മൾ റോൾ ഓഫ് CBDTനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി തേർഡ് കേസിൽ പറയുന്നത് ദ ബോർഡ് മേ ഓതറൈസ് എനി ഇൻകം ടാക്സ് അതോറിറ്റി നോട്ട് ബീയിങ് എ കമ്മീഷണർ അപ്പീൽസ് ടു അഡ്മിറ്റ് an application or claim for any exemption, deduction, refund or any other relief under the Act after the expiry of the period specified for this purpose. ഇവിടെ തേർഡ് കാറ്റഗറിയിലെ റോൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത്? അതായത് സ്പെഷ്യൽ കേസസ്, എക്സംഷൻ ഉണ്ടായിരിക്കാം, ഡിഡക്ഷൻ ഉണ്ടായിരിക്കാം, റീഫണ്ട്, റിലീഫ്. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് തേർഡ് കേസിൽ പറയുന്നത്. അതായത് ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സ് എന്ന് പറയുന്നതിന് എന്തൊരു അതോറിറ്റി ഉണ്ട്? അതോറിറ്റി നമ്മുടെ അപ്ലിക്കേഷൻ ഓഫ് ദ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സംഷൻസ്, ഡിഡക്ഷൻസ്, റിലീഫ്, റിബേറ്റ്, അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും മാറ്റങ്ങൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള പീരീഡ് എക്സ്പയർ ചെയ്യുന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് പറയുന്ന റോളാണ് തേർഡ് വണ്ണായിട്ട് നമ്മളിവിടെ പറയുന്നത്. ഫോർത്ത് വണ്ണായിട്ട് പറയുന്നത് ദ ബോർഡ് മേ റിലാക്സ് ദ കംപ്ലയൻസ് ഓഫ് എനി റിക്വയർമെൻറ്റ്സ് ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻസ് ദെയറുണ്ട്. ഇനി ഏതെങ്കിലും ക്ലെയിംസ് വന്നിട്ട് അതിൻ്റെ കംപ്ലയൻസ് എന്ന് വെച്ചാൽ എന്താ? അത് ഫോളോ ചെയ്യുക, പാലിക്കുക. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് വരുന്നുണ്ടെങ്കിൽ അതാണ് ഫോർത്ത് റോളായിട്ട് പറയുന്നത്. ദ ബോർഡ് മേ റിലാക്സ് ദ കംപ്ലയൻസ്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസിനെ റിലാക്സ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ് അത് ഏതിനെ റിലേറ്റഡ് ആയിട്ടാണ്? ഡിഡക്ഷൻ ക്ലെയിമിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള റോളാണ് ഫോർത്തായിട്ട് നമ്മൾ പറയുന്നത്. ഇത്രയാണ് റോൾ ഓഫ് CBDT എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഈ സെമ്മിലെ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന ആ സബ്ജക്റ്റിൽ തിയറിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ റോൾ ഓഫ് CBDT എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 120 ആണ്. ഈ സെക്ഷൻ 120 പറയുന്നത് ജൂറിസ്ഡിക്ഷനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് അതോറിറ്റീസ് വരുമ്പോൾ ആ അധികാര പരിധികൾ ഏത് വരെയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം.
ഇതിൽ സെക്ഷൻ 120 പറയുന്നത് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്നതാണ്. അതേസമയം സെക്ഷൻ 124 പറയുന്നത് ജൂറിസ്ഡിക്ഷൻ ഓഫ് അസസിങ് ഓഫീസേഴ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേമാണ്. ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 120 ആണ്. ദറ്റ് ഈസ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 120 പ്രകാരം ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്നത് ദേ ഷാൽ എക്സസൈസ് ദെയർ പവേഴ്സ് അസൈൻഡ് ബൈ ദ CBDT. എന്താണോ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ആ ഒരു ബോർഡ് ഏതൊക്കെ പവേഴ്സാണ് എക്സസൈസ് ചെയ്യാനായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ആ അതോറിറ്റീസ് മാത്രമേ ഇവർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതായത് ദ ബോർഡ് ഡെലിഗേറ്റ്സ് ടു എനി അതോറിറ്റി below it so as to enable it to issue orders for the exercise of the powers by the authorities subordinates to it. ആരൊക്കെയാണോ സബോർഡിനേറ്റ് ചെയ്യേണ്ടത് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഗൈഡ് ലൈൻസ്, ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്തത് അതിനെ അനുസരിപ്പിക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പവറാണ് അല്ലെങ്കിൽ ഒരു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ് ഇവിടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്നത്. So the board shall consider the territorial area, person or classes of persons, incomes or classes of income, and cases of classes of cases while issuing orders or direction. ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തിനെയാണ് പരിഗണിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്? ടെറിട്ടോറിയൽ ഏരിയാസ് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ആരാണ് പേഴ്സൺസ് ഓർ ക്ലാസ്സസ് ഓഫ് പേഴ്സൺസ്, ആൾക്കാരുടെ കാറ്റഗറി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അവരുടെ ഇൻകംസ്, ആ ഇൻകത്തിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യണം. അവരുടെ ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഗൈഡ് ലൈൻസ്, ഇൻസ്ട്രക്ഷൻസ്, ഡയറക്ഷൻസ് മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ദ ഡയറക്ടേഴ്സ് or the directions which are given by the board may also issue orders to authorize any principal director general or director general or the principal director or director to perform functions of any other authority. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ പ്രിൻസിപ്പൽ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയറക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ വെറും ഡയറക്ടർ ആയിരിക്കാം. അവർക്ക് എന്തൊക്കെ അതോറിറ്റീസാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നതിൽ പെർഫോം ചെയ്യേണ്ടത്, ആ ഒരു പവേഴ്സും കൂടിയും ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫർദർ ദ ബോർഡ് ഈസ് എംപവേർഡ് ടു റെഗുലേറ്റ് മാറ്റേഴ്സ് കൺസേണിംഗ് jurisdiction for the purpose of furnishing of the return of income or the performance of any other thing under the act by the issue of notifications in the official gazette. ഒഫീഷ്യൽ ഗസറ്റിൽ വരുന്ന നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, റിട്ടേണിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ഫർണിഷ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നതിന് വെരിഫിക്കേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യങ്ങളും കൂടിയും ആരിൽ എംപവർ ചെയ്തിട്ടുണ്ട്? ഈ പ്രിൻസിപ്പൽ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു അതോറിറ്റീസിൻ്റെ പേരിൽ എൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 120 പ്രകാരം പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെക്ഷൻ 124 ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ അസസിങ് ഓഫീസർ. ഓരോ അസസിങ് ഓഫീസറുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് അവരുടെ അധികാര പരിധി എവിടെയും വരെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ പറയുന്നത് an assessing officer performs his function in respect of the area or classes of assessees as are vested with him, where he has been vested with jurisdiction over any area within the limit of that area, he shall have jurisdiction. അപ്പോൾ ഒരു അസസിങ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് നോക്കേണ്ടത്? എത്രത്തോളം ഏരിയയിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും, ഏതൊക്കെ ക്ലാസ്സസ് ആണ് അവരുടെ SSCസിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ എത്രത്തോളം അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്.
അത് ചെയ്യുന്ന സമയത്ത് എന്താണ് നോക്കേണ്ടത്? ഹി ഹാസ് ബീൻ വെസ്റ്റഡ് വിത്ത് ജൂറിസ്ഡിക്ഷൻ. ഏത് അധികാര പരിധിയിലാണ് അവർ വെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഏതൊക്കെ ഏരിയാസ് ആയിരിക്കണം, ആ ഏരിയാസിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നതിനെ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ 124 പറയുന്നത്. In the case of business assessees, the assessing officer shall have jurisdiction in the area in which the business is situated. ഇപ്പോൾ ഒരു SSC എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്, ഒരു എൻ്റർപ്രൈസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഓഫീസർ എന്ന് പറയുന്ന അസസിങ് ഓഫീസർ, അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ആ ബിസിനസ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത് അതിനോട് റിലേറ്റഡ് ആയിരിക്കും. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് ദ ബിസിനസ് ഓഫ് എൻ SSC ഈസ് സിറ്റുവേറ്റഡ് ഇൻ മോർ ദൻ വൺ പ്ലേസ്, ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം ഒരു ബിസിനസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ആ ബിസിനസ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടായിരിക്കാം, ഹെഡ് ഓഫീസ് ഒരു സ്ഥലത്തായിരിക്കാം, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ സബ്സിഡറി കൺസേൺ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കാലിറ്റീസ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ അസസിങ് ഓഫീസർ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ദ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ദ ബിസിനസ് വിൽ ബി കൺസിഡേർഡ് ആൻഡ് ദ അസസിങ് ഓഫീസർ അണ്ടർ ഹൂസ് ജൂറിസ്ഡിക്ഷൻ ദാറ്റ് പ്ലേസ് ഈസ് സിറ്റുവേറ്റഡ് ഷാൽ അസസ് ദ ഇൻകം ഓഫ് സച്ച് SSC. അതിൻ്റെ പ്രിൻസിപ്പൽ ഓഫീസ്, ഈ പ്രിൻസിപ്പൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസ്, ആ ഹെഡ് ഓഫീസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഏരിയ ആരുടെ ഏതൊരു അസസിങ് ഓഫീസറുടെ ജൂറിസ്ഡിക്ഷനിൽ പെടുന്നതാണ് ആ ആൾക്കായിരിക്കും അവിടെ അതോറിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. പക്ഷേ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ പ്ലേസ് എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പോൾ അതിൻ്റെ അസസിങ് ഓഫീസർ എന്ന് പറയുന്നത് തൃശ്ശൂർ ആരുടെ ഏത് അസസിങ് ഓഫീസറുടെ ജൂറിസ്ഡിക്ഷനിൽ പെടുന്നുണ്ടോ അദ്ദേഹമായിരിക്കും ആ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നതിൻ്റെ ആ ഓൾ ആയിട്ടുള്ള ഒരു ഇൻകം ടാക്സ് കമ്മീഷണറായിട്ട് ആക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്, അതിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ അധികാര പരിധിയിൽ വരുന്ന അസസിങ് ഓഫീസർക്കായിരിക്കും ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ചെയ്യേണ്ടത് ആ അസസിങ് ഓഫീസർക്കായിരിക്കും. So, in the case of any other person, the place of residence will determine under whose jurisdiction the SSC will be assessed. ഇനി ബിസിനസ് ഓർഗനൈസേഷൻ അല്ല, വേറെ ഏതെങ്കിലും ഒരു റെസിഡൻ്റ് ആണെങ്കിൽ ആ റെസിഡൻറ്റിൻ്റെ പ്ലേസ് എവിടെയാണ്? അപ്പോൾ ആ ഒരു പേഴ്സൺ ബോംബെയിലായിരിക്കാം, അല്ലെങ്കിൽ കൽക്കട്ടയിലായിരിക്കാം, അല്ലെങ്കിൽ ചെന്നൈയിലായിരിക്കാം, എവിടെയാണോ അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് എന്ന് പറയുന്നത് ആ പ്ലേസിലുള്ള ഒരു അസസിങ് ഓഫീസർ ആയിരിക്കും ആ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു അസസിങ് ഓഫീസറുടെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? ഇവിടെ പറയുന്ന സെക്ഷൻ 124 പറയുന്ന ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ആർക്കൊക്കെ എവിടെയൊക്കെയാണ് ആ അധികാര പരിധി വരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നതാണ് നേരത്തെ ബിസിനസ്സിൻ്റെ കേസിലും മറ്റുള്ള പേഴ്സൺസിൻ്റെ കേസിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്. ഇനി ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് സെക്ഷൻ 127. So, according to section 127, the principal director general or director general or the principal chief commissioner or chief commissioner or commissioner may transfer any case from an assessing officer to another assessing officer after giving the SSC an opportunity of being heard. അതേസമയം ഒരു അസസിങ് ഓഫീസർക്ക് വേറൊരു അസസിങ് ഓഫീസറെ ആ കേസിൻ്റെ ഇൻകം ടാക്സ് കേസസിൻ്റെ ഹിയറിങ്ങിന് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുള്ള ഒരു അധികാരം കൂടിയും ഇവിടെ സെക്ഷൻ 127 കൊടുക്കുന്നുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 127 ഇവിടെ എന്താണ് പറയുന്നത്? ഒരു പ്രിൻസിപ്പലിനോ, അതായത് പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ ജനറലോ, പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറോ, അല്ലെങ്കിൽ ചീഫ് കമ്മീഷണറോ, അല്ലെങ്കിൽ ഒരു ഓർഡിനറി കമ്മീഷണർക്കാണ് ഒരു ട്രാൻസ്ഫർ, അദ്ദേഹത്തിൻ്റെ എന്താണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? ഒരു അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ, അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഒരു അസസിങ് ഓഫീസറുടെ അധികാരം വേറൊരു അസസിങ് ഓഫീസർക്ക് എന്തിനുള്ള അധികാരമാണ്? ഹിയറിങ്ങിനുള്ള ഒരു അധികാരം, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുള്ള ഒരു
പ്രൊവിഷനും കൂടിയും സെക്ഷൻ 127 പ്രകാരം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് ജനറൽ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു പോർഷനാണ്. അത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, അതൊരു ലെങ്തി പോർഷനായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയൊരു ടോപ്പിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പേജ് നമ്പർ 142 പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കും കൂടി എടുത്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963. ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്തതിൻ്റെ അതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആക്ട് ഉണ്ട്. ആ റവന്യൂ ആക്ട് എന്ന് പറയുന്നത് 1963 ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് എന്ന് പറയുന്ന 1963 ആണ്. ഓക്കെ, സോ ദ CBDT ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963. ഇറ്റ് ഈസ് ദ എപ്പെക്സ് അതോറിറ്റി ഓഫ് ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 പ്രകാരമാണ്. ഇറ്റ്സ് എ ഫങ്ഷൻസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പക്ഷേ ഇത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷനിങ് എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്. ഇറ്റ്സ് എ മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇതിൽ പറയുന്ന അതോറിറ്റീസ് എന്ന് പറയുന്നത് ചെയർമാനും അതുപോലെ തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഈസ് അപ്പോയിൻറ്റഡ് ആസ് ഇറ്റ്സ് എ ചെയർമാൻ. ഇതിലുള്ള മെമ്പേഴ്സിനെ മൊത്തം സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ട് അതിലൊരാളെ നമ്മൾ എന്തായിട്ട് എലക്ട് ചെയ്യുന്നു? ചെയർമാനായിട്ട് എലക്ട് ചെയ്യുന്നു. ഇനി അവരുടെ പവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് മേ മേക്ക് റൂൾസ് ഫോർ ദ ഓൾ ഓർ എനി പാർട്ട് ഇൻ ഇന്ത്യ ഫോർ ക്യാരിയിങ് ഔട്ട് ദ പർപ്പസ് ഓഫ് ദ ആക്ട്. നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 പ്രകാരം എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പവർ എന്ന് പറയുന്നത് ഇറ്റ് മേ മേക്ക് റൂൾസ് ഫോർ ദ ഓൾ ഓർ എനി പാർട്ട് ഇൻ ഇന്ത്യ ഫോർ ക്യാരിയിങ് ഔട്ട് ദ പർപ്പസ് ഓഫ് ദ ആക്ട്. ഈ റവന്യൂ ആക്ടിൻ്റെ പർപ്പസ് എന്താണ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പവറായിട്ട് ഉള്ളത്. സെക്കൻഡ് വൺ, ഇറ്റ് മേ ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ് ടു ഇൻകം ടാക്സ് അതോറിറ്റീസ് ഫോർ ദ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ആക്ട്. ഈ റവന്യൂ ആക്ട് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് ഇൻകം ടാക്സ് അതോറിറ്റീസിന് കൊടുക്കേണ്ടത് അത് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പവറായിട്ടുള്ളത്. തേർഡ് പവർ, ഫോർ അവോയ്ഡിങ് ജെന്യുവിൻ ഹാർഡ്ഷിപ്പ് ഓഫ് ദ SSC, ഇറ്റ് മേ ഇഷ്യൂ ഓർഡേഴ്സ് authorizing any income tax authority to admit an application or claim for exemption, deduction, refund, relief, etc. after the expiry of the specified period. ഓരോ സ്പെസിഫൈഡ് പീരീഡും എക്സ്പയർ ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ട് ക്ലെയിമിനോടും അതുപോലെ തന്നെ ആപ്ലിക്കേഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് എക്സംഷൻ, ഡിഡക്ഷൻ, റീഫണ്ട്, റിലീഫ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? അവോയ്ഡിങ് ജെന്യുവിൻ ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ നടപ്പിലാക്കുമ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഡ്രോബാക്സ് വരുന്നത്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കേണ്ട ഒരു ഉത്തരവാദിത്തം, ഒരു പവറും കൂടിയും നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? എക്സംഷൻ ക്ലെയിംസ്, ഡിഡക്ഷൻ ക്ലെയിംസ്, റീഫണ്ട്, റിലീഫ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലെയിംസ് അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസ് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡ്രോബാക്സ് അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നതാണ് തേർഡ് പവറായിട്ട് വരുന്നത്. Fourth one, the board may relax the complaints of any requirement for claiming the deduction under section 80.
നമ്മൾ അണ്ടർ സെക്ഷൻ 80 കുറേ ഡിഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എന്തിനെങ്കിലും ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് നടപ്പിലാക്കണമെങ്കിൽ അതിനുള്ള പവറും കൂടിയും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സിന് ഉണ്ട്. Next one, the board may appoint any income tax authorities below the rank of an assistant commissioner or a deputy commissioner provided it is authorized by the board. Board of Director Tax പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഓതറൈസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ആരെ അപ്പോയിൻ്റ് ചെയ്യാം? മെയിൻ ഇൻകം ടാക്സ് അതോറിറ്റീസിന് താഴെയായിട്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണറെയോ ഡെപ്യൂട്ടി കമ്മീഷണേഴ്സിനെയോ അപ്പോയിൻ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. It may authorize an income tax authority to appoint executives or ministerial staff to assist in the execution of its functions. Central Board of Director Taxന്റെ ഫങ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും എക്സിക്യൂട്ടീവ്സിനോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിനെയോ അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള പവറും കൂടിയും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സിന് ഉണ്ട്. Next one, it may declare any institution, association or body as a company for any assessment year. ഏതെങ്കിലും ഒരു അസസ്മെൻറ്റ് ഇയറിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ, ഇൻസ്റ്റിറ്റ്യൂഷനെയോ അല്ലെങ്കിൽ അസോസിയേഷനെയോ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനെയോ കമ്പനിയായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു പവറും കൂടിയും ഉണ്ട്. It may authorize any principal director general or director general or principal director or director to perform such functions of any other income tax authority as may be assigned to him by the Central Board of Director Tax. Central Board of Director Tax authorize ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ്, ആ ഡ്യൂട്ടീസ് ആർക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാം? ആ ഫങ്ഷൻസ് നടപ്പിലാക്കാനുള്ള ഡ്യൂട്ടീസ് വേറെ ആർക്കെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാം. ആർക്കാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽക്കോ അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽക്കോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഡയറക്ടർക്കോ അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഇൻകം ടാക്സ് അതോറിറ്റിക്ക് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. The board is empowered to certain or entertain application of objection regarding definition of books of accounts or other documents. ഇനി SSCs കീപ്പ് ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ കറക്റ്റായിട്ടുള്ള അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒബ്ജെക്ഷൻസ് പറയാനുള്ള എംപവർമെൻറ്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സിന് ഉണ്ട്. The board is empowered to issue directions that income from house property held under trust shall not be included in the total income of the recipient. അതോടൊപ്പം തന്നെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സിന് ഒരു ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാനുള്ള എംപവർമെൻ്റ് ഉണ്ട്. എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്ഷൻസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിലാണെങ്കിൽ ഇറ്റ് ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ റെസിപ്പിയൻ്റെ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു ക്ലെയിം, ഒരു ഡയറക്ഷൻ പറയാനുള്ള ഒരു അധികാരം കൂടിയും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സിന് ഉണ്ട്. It may empower the principal director general or principal chief commissioner or the chief commissioner or principal commissioner or commissioner to issue orders that the powers and functions assigned to the assessing officer in respect of any specified area or person or incomes or class of incomes shall be exercised by an additional commissioner or an additional director or joint commissioner or a joint director. അപ്പോൾ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലിനോ അല്ലെങ്കിൽ ഡയറക്ടർ ജനറലിനോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയറക്ടർ കമ്മീഷണർക്കോ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർക്കോ എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? അവരുടെ അതോറിറ്റിയിൽ വരുന്ന പവേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് വേറൊരു അസസിങ് ഓഫീസർക്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഏരിയയിലുള്ള ഒരു പേഴ്സണിനോടോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസ്, ക്ലാസ്സസ് ഓഫ് ഇൻകംസ് ആയിരിക്കാം അല്ലെങ്കിൽ ക്ലാസ്സസ് ഓഫ് പേഴ്സൺസ് ആയിരിക്കാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അഡീഷണൽ കമ്മീഷണർക്കോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഡയറക്ടർക്കോ അല്ലെങ്കിൽ ജോയിൻറ്റ് കമ്മീഷണർക്കോ അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു എംപവർമെൻറ്റ് കൂടിയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് പവറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇറ്റ് മേ റിക്വയർ 2 or more assessing officers to function concurrently. ഒരേ ഫങ്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഒന്നിൽ കൂടുതലായിട്ട് അസസിങ് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം കൂടിയും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സിന് ഉണ്ട്.
The board is empowered to authorize any additional director or additional commissioner or any joint director or joint commissioner to take steps regarding search and seizure. ഒരു എൻക്വയറി നടത്തണം, ഒരു അന്വേഷണം നടത്തി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോർഡിനെ ആരെ എംപവർ ചെയ്യാനായിട്ട് സാധിക്കും? അഡീഷണൽ ഡയറക്ടറെയോ അല്ലെങ്കിൽ അഡീഷണൽ കമ്മീഷണർ അല്ലെങ്കിൽ എനി ജോയിൻറ്റ് ഡയറക്ടറെയോ ജോയിൻറ്റ് കമ്മീഷണറെയോ അതിൻ്റെ പ്രൊസീജിയർ നടപ്പിലാക്കാനായിട്ട് സെർച്ച് സീസർ റിലേറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പവറായിട്ട് പറയുന്നത്. ലാസ്റ്റ് പവർ എന്ന് പറയുന്നത് ദ ബോർഡ് മേ ഓർഡർ ഫർണിഷേഴ്സ് ഓഫ് എനി ഇൻഫോർമേഷൻ ടു എൻ ഓഫീസർ, അതോറിറ്റി ഓർ ബോഡി പെർഫോമിംഗ് ദ ഫങ്ഷൻസ് ഓഫ് ഇമ്പോസിഷൻ ഓഫ് എനി ടാക്സ്, duty or cess or dealing with foreign exchange under FIMA or any other officer or authority functioning under any other law as may be in public interest or necessary to enable that officer or authority to perform his functions. എന്താണ് ഈ ഫിമ എന്ന് വെച്ചാൽ? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999. ഒന്ന് എല്ലാ സ്റ്റുഡൻസും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഫിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999 ആണ്. ഇവിടെ ഈ ഫിമ എന്ന് പറയുന്ന ആക്ട് പ്രകാരം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? ഫിമ എന്ന് പറയുന്ന ആക്ട് പ്രകാരം ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദ ലോസ് റിലേറ്റിംഗ് ടു ദ ഫോറിൻ എക്സ്ചേഞ്ച് വിത്ത് ദ ഒബ്ജക്റ്റീവ്. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച്? ഓഫ് facilitating the external trade and payments and for remitting or promoting the orderly development and maintenance of foreign exchange market in India. ഇന്ത്യയിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആക്റ്റാണ് ഫിമ എന്ന് പറയുന്നത്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999. ഇവിടെ പറയുന്നത് അവരെന്താണ്, അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം ഇനി എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്യാനും അതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നതിന് ഫോറിൻ ഡെവലപ്മെൻറ്റ്, ഫോറിൻ കറൻസിയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ് ഈ ഫിമ എന്ന് പറയുന്നത്. അപ്പോൾ ഫിമ എന്ന് പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പവറാണ് ലാസ്റ്റ് പവറായിട്ട് നമ്മൾ പറയുന്നത്. ഈ ഇവിടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്ന ഓർഡേഴ്സ്, ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫർണിഷിങ് ഓഫ് എനി ഇൻഫോർമേഷൻ ടു എൻ ഓഫീസർ. ഒരു ഓഫീസറുടെ മുമ്പിൽ അദ്ദേഹത്തിനോട് ഈ ഫോറിൻ എക്സ്ചേഞ്ചിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഫർണിഷ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി കൊടുക്കുന്നുണ്ട്. അതെന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ഇമ്പോസിഷൻ ഓഫ് ടാക്സ്, ഡ്യൂട്ടി ഓർ സെസ് ഓർ ഡീലിംഗ് വിത്ത് ദ ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ചിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പെനാൽറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എനി ടാക്സ്, ഡ്യൂട്ടീസ്, സെസ് ആയിരിക്കാം. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ലോസ്, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഇഷ്യൂയിങ് ഓർഡേഴ്സിൻ്റെ പവറാണ് ഇവിടെ ലാസ്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും പവേഴ്സാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സ് എന്ന് പറയുന്നതിൽ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ വേണ്ടി, പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ അതോറിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതോറിറ്റീസ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നതിന് ഇത്രയും 14 പവേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയും നിങ്ങൾ നിർബന്ധമായിട്ട് ഇന്ന് തന്നെ പഠിക്കുക. ഈ സെഷനിൽ വളരെയധികം തിയറി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൻസും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ നോക്കുക, തിയറിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നോക്കുക. ഓക്കെ, ഇഫ് ദർ ഈസ് എനി ഡൗട്ട്സ് പ്ലീസ് ക്ലാരിഫൈ അറ്റ് ദ ടൈം ഓഫ് യുവർ ഇൻട്രാക്ഷൻ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.